അയ്യോ ബാക്കി ബോളും സ്റ്റാറും ഒക്കെ ഓക്കെ. ഒരു നക്ഷത്രവും കൂടെ തൂക്കിപ്പോട്ടെ. കാടൻ വരുന്നേ, വേടൻ വരുന്നേ, കൂട്ടയും ആൾക്കാരുണ്ട്. കൂട്ടിന് കൂടെ ഇല്ല ഇപ്പഴെടുത്തേ. കുക്കുവിന്റെ പുൽക്കൂട് പണി തുടങ്ങിയിട്ടുണ്ട്. വെട്ടം കുറവാ, കുഴപ്പമില്ല. അതെന്താടി മേൽക്കൂര കാട്ടിപ്പോയി പനയല്ലേ പറിച്ചുകൊണ്ട് വന്നത്. ദിസ് ഈസ് പുൽക്കൂട് മേക്കിംഗ് പ്രോസസ്സിങ്. എന്തൊക്കെയാ ഞാൻ പറയുന്നത്? എന്തി പുല്ലൊക്കെ എവിടുന്ന് കിട്ടി? അതിന് ചളിഞ്ഞ മോത വെച്ചതിനാ. അതാരാന്ന് പറവോ? അതല്ല ആട്ടിടയന്മാര്. ഇതോ ഔസേപ്പോ? ജോസഫ് അല്ലേ? ആണോ? എനിക്കറിയത്തില്ലടി. നീ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ് കാട്ടിക്കൊണ്ട വെച്ചേക്കോ. ഇവളുടെ ഒരു പുല്ല് അല്ല, അവര് തൊഴുത്തില്ല, പശു തൊഴുത്തില്ല. പിന്നെ മരം പോലെയല്ലേ തൊഴുത്തിലെ പുല്ല് നിക്കുന്നത്. എന്നെ നാണം കെടുത്തു. നീ പോയി വെച്ചിട്ട് വിളിക്കാം കൈസ്, അതായിരിക്കും നല്ലത്. കാട്ടിലെ കൂട്, ഇത് പുൽക്കൂടെന്ന്. പുൽക്കൂടിന്റെ പേര് പറ. കാട്ടിൽ കൂട്. പിന്നെ ആ പറഞ്ഞ പോലെ പുല്ലുണ്ട്. പുൽക്കൂട്. എന്റെ ഉണ്ണീശോ ക്ഷമിക്കണേ, എല്ലോ പുഴുവൊക്കെ കാണുന്നതിനകത്ത്. പക്ഷെ കൊള്ളാം, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കൊള്ളാം, ഇന്റീരിയറും കൊള്ളാം. കൊറേ എന്തായാലും പുൽക്കോട്ടി കൊണ്ടുപോയി പാവതി നിങ്ങളിത് കാടും പാവോ. ബാക്കി മൊത്തം ഇവിടെ പോലും ഇല്ലാതെയായ പുള്ളി മാറിക്കേ. അയ്യോ ബാക്കി ബോളും സ്റ്റാറും ഒക്കെ ഓക്കെ. ഒരു നക്ഷത്രവും കൂടെ തൂക്കിപ്പോട്ടെ. പുൽക്കോട്ടി ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഇട്ട് തൂക്കിയിട്ടേ. ഓ ഇതാരടാ അമ്മ? എനിക്ക് മാലാഖേനെ വേണമെങ്കിൽ അപ്പുറമല്ലോ മൂടിയിട്ടേക്ക്. മാലാഖേനെ തൂക്കണ്ടിടത്ത് അവള്. അയ്യോ നീ വയ്യ. ഞാൻ കഴിച്ച് ഇഡലി കഴിച്ചേ. ഓക്കെ കുക്കുവിന്റെ പുൽക്കൂടൊക്കെ കൊള്ളാം, എല്ലാം ഓക്കെയാ. പക്ഷെ ഇത് ഇച്ചിരി കൂടി പോയി.